കണ്ടിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുഴഞ്ഞു വീണിട്ടുള്ള കുട്ടികളെയും എന്ത് പറഞ്ഞാലും ഇത് സർക്കാരിന് യാതൊരു തരത്തിലുള്ള ലാഭവും ഇല്ലാത്തൊരു പരിപാടിയാണ്. കാശ് എന്നുള്ളൊരു സാധനം നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോ, ഞാൻ കുറച്ചും കൂടി മന്ത്രി പറഞ്ഞതിനോട് ഞാൻ ഇങ്ങനെ ഒരു വില പേശുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇത്ര വേണമെന്ന് പറയുന്നത് കുറച്ച് ചോദിക്കാം. പക്ഷെ അത് ചോദിക്കേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു പരിപാടിയിലായിരുന്നു. ഒന്നെങ്കിൽ നമ്മളിത് പറയാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. ഹലോ കൂട്ടുകാരെ, എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഞാൻ വിഷയമൊക്കെ പറയുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ യൂട്യൂബിൽ എനിക്ക് 1K സബ്സ്ക്രൈബർ കഴിഞ്ഞു. എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വളരെയധികം താങ്ക്സ് ഉണ്ട്. പിന്നെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിങ് അവർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടപ്പുണ്ട്. ഈ വാച്ചിങ് അവറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കിടന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും ഈ ലൈക്കും കമൻറ്റും ഒക്കെ തരുന്നതിനോടും ഇത്തിരി വിമുഖത കാണിക്കുന്നുണ്ട്. അതിലെനിക്ക് ഇത്തിരി കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. എന്നായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തു തരണം. ഇനി വാച്ചിങ് അവർ കുറച്ചും കൂടിയൊക്കെ എത്താനുണ്ട്, മോണിറ്റൈസേഷനൊക്കെ ആവണമെങ്കിൽ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഇനി മുമ്പോട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം വിവാദമായി നിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന. ഇപ്പോൾ കുറച്ച് വൈറലായിട്ട് ഇങ്ങനെ ചുറ്റി നടപ്പുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് 2 വാക്ക് പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ വേറൊന്നുമല്ല, സംഭവം ഇതാണ്. അദ്ദേഹം ഇങ്ങനെ ഇതുപോലെ ഒരു കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജനുവരിയിൽ നമുക്കിനി സ്റ്റേറ്റ് കലോത്സവം വരുവാണല്ലോ. അപ്പോഴേക്കും ജനുവരിയിലേക്ക് അദ്ദേഹം ഒരു ഉദ്ഘാടക നൃത്തം, ഈ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്ഘാടക നൃത്തം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും നർത്തകിയും നടിയുമായിട്ടുള്ള ഒരു പ്രമുഖ നടിയെ അദ്ദേഹം സമീപിക്കുകയുണ്ടായി. അപ്പോൾ ആ നടിയോട് അദ്ദേഹം ഇതുപോലെ ചെയ്തു തരണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരത് ഓക്കെയും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവർ പറയുന്നത് അവർക്ക് 10 ലക്ഷം രൂപ, ഇത് ചെയ്യുന്നതിന് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്പോട്ടിൽ തന്നെ അദ്ദേഹം അവരെ റിജക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം പിന്നീട് അദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞത് വളരെ ഒരു അത്രയും അഹങ്കാരം പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇത് കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ, അവരുടെ കലാപരമായ കഴിവുകളെ വാർത്തെടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം. അപ്പോൾ അതിന് നമ്മളങ്ങനെ പൈസ ചോദിക്കാൻ പാടില്ല, അത് മോശമായി പോയി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇത് നടി എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട്, അതായത് പ്രത്യേകിച്ച് ആളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇന്ന ആളാണ്. ഇപ്പം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കലോത്സവത്തിലൂടെ വളർന്നു വന്ന ഒരു നടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഇയാളാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അതാണല്ലോ നമ്മുടെയൊക്കെ ഒരു, നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ചിരിക്കും. അപ്പം അങ്ങനത്തെ കുറേ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സൊക്കെ തംബ്നെയിലും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് സംഭവങ്ങൾ. അപ്പം അതിൽ എല്ലാവരും പറയുന്നുണ്ട്, വേറൊരു നടിയുടെ പേര് പറയുന്നുണ്ട്, അത് ആശാ ശരത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവർ അവരുടെ കാര്യങ്ങൾ ഭാഗമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു സമ്മിശ്ര അഭിപ്രായം എന്നുള്ളത് പോലെ തന്നെ ഇതിലും സമ്മിശ്ര അഭിപ്രായമുണ്ട്. കാരണം മന്ത്രി പറഞ്ഞതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, പ്രതികൂലിക്കുന്നവരുമുണ്ട്, നടിയുടെ ഒപ്പം നിൽക്കുന്നവരും ഒപ്പം നിൽക്കാത്തവരുമുണ്ട്. അപ്പം അങ്ങനെ 2 രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ട് ഇപ്പോൾ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയാണ്, നമ്മളൊരു സാമൂഹിക ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യന എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് വേറെ എന്ത് പരിപാടിയാണെങ്കിലും, ഇപ്പം എന്ത് പരിപാടി ആയിക്കോട്ടെ, നമ്മൾ പുറത്ത് എന്ത് പരിപാടി ആയിരിക്കും, നമ്മൾ കഷ്ടപ്പാടിനും നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ ഒരു പ്രതിഫലം മേടിക്കണം, അത് എന്തായാലും വേണം. പക്ഷേ ആ പരിപാടിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇത് ഓൾറെഡി ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് എന്താ പറയുക, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്ന ഒരു പരിപാടിയല്ല ഈ കലോത്സവം എന്ന് പറയുന്നത്. കാരണം തികച്ചും ഇത് കുട്ടികളുടെ അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ കലോത്സവം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കലാപരിപാടിയാണ്. അപ്പം അത് അങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്തുമ്പോൾ നമ്മളതിൽ ഇങ്ങനെ ഒരു വില പേശുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇത്ര വേണമെന്ന് പറയുന്നത് കുറച്ച് കടുപ്പമല്ലേ എന്ന് എനിക്ക് തോന്നി.
ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പൈസ ചോദിക്കുന്നത് അത് ഓരോരുത്തരുടെയും അവരുടേതായിട്ടുള്ള ഇഷ്ടമാണ് അങ്ങനെ പൈസ ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നത്. ഇപ്പം ആശ ശരത് അവരുടെ ഒരു വിശദീകരണമൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ട്. അതായത് അവർ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു ഉദ്ഘാടക നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടും ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ദുബായിൽ നിന്നും അവർ തന്നെത്താനെ പൈസയൊക്കെ മുടക്കി ഇവിടെ വന്നിട്ട് സൗജന്യമായിട്ടാണ് അവരത് ചെയ്തിട്ട് പോയത്. അവർ പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പരിപാടിയാണ്. അപ്പം അതിൽ അവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത് അവരെ ഏറ്റവും വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര അഭിമാനമാണെന്നാണ് അവർ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അവർ ഒരു നടിയാണ്, നർത്തകിയാണ്. പക്ഷെ അതിലുപരി അവരൊരു നൃത്ത അധ്യാപക കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും അങ്ങനെ ഒരു പ്രതിഫലം മേടിച്ച് ചെയ്യാൻ അവർക്ക് തോന്നിയില്ല. അവർക്കത് ശരിയായി തോന്നിയില്ല. അതുകൊണ്ട് അവരതങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അവർ പറയുന്നില്ല. അത് അവരുടെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും അവരത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സാമൂഹ്യപരമായ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് കലോത്സവം എന്ന് പറയുന്നത്. അപ്പം അതിൽ നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ കാണുമല്ലോ. ഇപ്പോൾ നമ്മളെല്ലാത്തിനെയും നമ്മൾ ബിസിനസ്സായിട്ട് കാണാത്ത കാര്യങ്ങളുണ്ടാവുമല്ലോ. എല്ലാത്തിനെയും നമ്മളങ്ങനെ എല്ലാത്തിലും എനിക്ക് പ്രതിഫലം അല്ലെങ്കിൽ എല്ലാത്തിലും കാശ് എന്നുള്ളൊരു സാധനം നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോ അല്ലെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും പൈസ നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പം അതും എനിക്ക് തോന്നുന്നു ഒരു സാമാന്യമായിട്ടുള്ളൊരു സാമാന്യ ഒരു ബോധത്തിൻ്റെ ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ചോദിക്കാം, അവർക്ക് അവരുടെ പേയ്മെൻറ്റ് ചോദിക്കാം, അതൊരു തെറ്റല്ല, ചോദിക്കാം. പക്ഷെ അത് ചോദിക്കേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു പരിപാടിയിലായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതിന് വേറെ ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ സുധീർ കരമന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ, അദ്ദേഹം പറയുന്നുണ്ട് ഇതുപോലെ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, അങ്ങനെ ഒരു പൈസ ചോദിക്കാൻ പാടില്ല. കാരണം ഈ കലോത്സവം എന്ന് പറയുന്നത് നമുക്ക് അത്രയും നമ്മുടെ അഭിമാനകരമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തുറന്ന് തന്നെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ആശ ശരത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനു മുമ്പാണെങ്കിലും ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്തിട്ട് അതിലിവർ നൃത്തത്തിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ പേയ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് തന്നിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കലോത്സവത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാവുമ്പോഴേക്കും നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു അത്രയും വലിയൊരു കാര്യമില്ല. അപ്പോൾ അതിനോടുള്ള ഒരു അഭിമാനം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്കത് വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രതിഫലം നമ്മൾക്കത് വില പേശാതിരിക്കാം അല്ലെങ്കിൽ അത് സംസാരിക്കാതിരിക്കാം എന്നുള്ളതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിയ കാര്യം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരാളെ വിരൽ ചൂണ്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരാളുടെ പേര് ഒരാളെ പറ്റി ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അയാളുടെ പേര് വേണമെങ്കിൽ പറയാം, ഇന്ന നടിയാണ് അല്ലെങ്കിൽ ഇന്ന ആളാണെന്ന് പറയാം. അത് പറയാതെ കണ്ട് നമ്മളിങ്ങനെ ഇന്നയാളിങ്ങനെ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവർ ഈ രീതി പറഞ്ഞാൽ ശരിയായില്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് നടിമാരുണ്ട്. അതായത് കലോത്സവ വേദിയിലൂടെ വന്നിട്ടുള്ള ഒരുപാട് നടിമാരുണ്ട് പ്രശസ്തരായിട്ടുള്ള. അപ്പം നമ്മൾ അവരെ എല്ലാം സംശയിക്കും, ഇവരാണ് കേട്ടോ ആളെന്ന് നമ്മൾ വിചാരിക്കും. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇപ്പം അങ്ങനെയാണ് പറയുന്നത്. ഒന്നെങ്കിൽ നമ്മളിത് പറയാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക, ആളാരാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരും നമ്മൾ സംശയിക്കും. അതാണ് അതിൻ്റെ ഒരു വേറൊരു വശം എന്ന് പറയുന്നത്. ഇപ്പോൾ മന്ത്രിക്കെതിരെ ആണെങ്കിലും ഒരുപാട് ഈ ചീത്തവിളിയൊക്കെ വരുന്നുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെയും ഇതിൽ നിന്ന് പറയുന്നതല്ല കേട്ടോ, ഒന്നിൻ്റെ ബേസിൽ നിന്നിട്ട് പറയുന്നതല്ല. അത് ഞാൻ കുറച്ചും കൂടി മന്ത്രി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ആ ഭാഷയോടല്ല, അപ്പോൾ അവർ അഹങ്കാരി എന്നൊക്കെ പറയുന്നതിനോട് അങ്ങനൊന്നുമല്ല. അതങ്ങനെ നമ്മൾ ഈ പറയുന്ന
ആൾക്കാർ ഇപ്പം കലോത്സവത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു ആളാണെങ്കിൽ ആൾക്ക് എന്താണെന്ന് പറഞ്ഞാലും അതിൽ കുട്ടികൾക്കുണ്ടാവുന്ന ഒരു അവരെടുക്കുന്ന ഒരു എഫേർട്ട്, അവരുടെ പാരൻസ് എടുക്കുന്ന ഒരു എഫേർട്ട്, കലോത്സവത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇവർക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് പറയുന്നേ ഉള്ളൂ, നമുക്ക് ഇതിലൊന്നും പോയിട്ടുള്ളൊരു പരിചയമില്ല. പക്ഷെ അങ്ങനെ വളർന്നു വന്നൊരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾ എത്രത്തോളം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്, അവരവരുടെ കഴിവിനെ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെ ഒത്തിരി ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുഴഞ്ഞു വീണിട്ടുള്ള കുട്ടികളെയും തല ഇറങ്ങി വേണ്ടി അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ഈ കലോത്സവം വരുമ്പോഴേക്കും നമ്മളിങ്ങനെ വായിക്കാറുണ്ട്. അപ്പം അത്രത്തോളം സാക്രിഫൈസ് ചെയ്ത് അത്രത്തോളം എന്താ പറയുക എഫേർട്ട് എടുത്ത് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടൊക്കെ അവർ ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ചൊക്കെ ഒരു മനസാക്ഷി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലോ ഒരു 10 മിനിറ്റത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടും 10 ലക്ഷം രൂപയൊക്കെ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കടുപ്പാണെന്ന് എനിക്ക് തോന്നി. നമുക്ക് അല്ലെങ്കിൽ ഒരു ന്യായമായ രീതിയിൽ ഇവർ പ്രതിഫലം വേണമെന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്, ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഇപ്പം എന്തായാലും മന്ത്രി അത് പിൻവലിച്ചിട്ടുണ്ട്. എന്താ വേറൊന്നുമല്ല, ഇപ്പം ഇത്രയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഈ ഒരു വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയൊക്കെ ഇറക്കി പിന്നെ അതിനെ വാല് പിടിച്ച ആളുകൾ സംസാരിച്ച് ആ രീതിയിൽ നെഗറ്റീവായിട്ടത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടിപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹം അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പും കലോത്സവത്തിൽ ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നു ഡാൻസ് ചെയ്യാനും അതുപോലെ തന്നെ അതിഥിയായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. മോഹൻലാൽ അടക്കമുള്ള വലിയ വലിയ നടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇത്രയും നാളും അവരൊക്കെ ഒരു പ്രതിഫലമോ കാര്യങ്ങളോ ഒന്നും മേടിക്കാതെയാണ് അങ്ങനെ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. വെച്ചാൽ നമ്മുടെ ഒരു സഹായം അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ, നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരം നമ്മളെ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് എന്താ പറയുക ഒരു സഹായം എന്നുള്ള രീതിയിലാണ് അതിനെ എല്ലാവരും തന്നെ കാണുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ കാണേണ്ടിയിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം അത് എവിടെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് പൈസ ചോദിക്കാം, നമുക്ക് അതിനകത്തൊന്നും ഒരു തെറ്റില്ല. അത് ചോദിക്കാം. അത് ചോദിച്ചത് കൊണ്ട് അവർ തെറ്റുകാരിയായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ ചോദിക്കേണ്ടതും ചോദിക്കേണ്ടാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് ഈ പറഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇന്ന കാര്യത്തിൽ ഇവിടെ ഞാൻ പൈസ ചോദിച്ചാൽ ചിലപ്പോൾ ശരിയാവത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫംഗ്ഷന് നമ്മളിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പൈസ ചോദിച്ചാൽ നമുക്ക് അവർ തരുകയും ചെയ്യും. പക്ഷെ നമ്മൾ അവരോടത് ചോദിക്കാത്ത എന്തുകൊണ്ടാണ്? ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് സർക്കാരിന് യാതൊരു തരത്തിലുള്ള ലാഭവും ഇല്ലാത്തൊരു പരിപാടിയാണ്, ഒരു ലാഭവും ഇല്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സാംസ്കാരികത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിനെ നമ്മൾ ആ രീതിയിൽ ഒരു ബിസിനസ്സായിട്ട് നമ്മളതിനെ കാണരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ചില സന്ദർഭങ്ങളുണ്ടല്ലോ, നമ്മൾ ചോദിക്കേണ്ടതും ചോദിക്കേണ്ടാത്തതുമായിട്ടുള്ള സന്ദർഭമുണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഈ ഒരു അഭിപ്രായം. പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവരുടെയും പേഴ്സണലായിട്ടുള്ള അവരുടെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് അവരവരുടേതായ രീതിയിൽ അവരിത് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. എന്തായാലും എനിക്കിത്രയാണ് പറയാനുള്ളത്. എന്തായാലും എല്ലാവരോടും ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. വീഡിയോ നിങ്ങൾ കാണണം, കയറി കണ്ടാലുള്ള വാച്ചിങ് അവർക്ക് കൂടത്തുള്ളൂ. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സിന് മുകളിലേക്ക് നമ്മളായിട്ടുണ്ട്. പിന്നെ ഈ വാച്ചിങ് അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തന്നെ പോവാം. അല്ലെങ്കിൽ ഇങ്ങനെ ശരിയാവുന്നില്ല അങ്ങനെ. ഇപ്പോൾ അത് തുടക്കക്കാരി എന്ന നിലയിൽ എനിക്കറിയാം ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് തിരുത്തി എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും പോരാഴികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ശുഭദിനം. ഹാപ്പി ക്രിസ്മസ്.